ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അവർക്കും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം പാതി മനുഷ്യരായ ഹ്യൂമനോയിഡിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാനിടയായിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി ലാപ്ടോപ്പുകളിലും അതേപോലെ സ്മാർട്ട് ഫോണുകളിലും ഒതുങ്ങാതെ അവ മനുഷ്യ സദൃശ അഥവാ ഹ്യൂമനോയിഡ് റോബോട്ടുകളിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയാണ് നമുക്ക് വരും കാലങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. കാഴ്ചയിലും ചലനത്തിലും പെരുമാറ്റത്തിലും മനുഷ്യരിൽ നിന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത സാമ്യമുള്ളവയാണ് ഇവ. അവ മനുഷ്യരെ പോലെ നടിക്കുന്ന വികാരമില്ലാത്ത യന്ത്രങ്ങളായതിനാൽ അവയെ മനുഷ്യന് നൈതിക അടിമകളാക്കി പണിയെടുപ്പിക്കുവാനായിട്ട് കഴിയും തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. മനുഷ്യരുടെ കൂടെ ആടാനും പാടാനും കൂടാതെ ലോകത്തുള്ള ഏതു ഭാഷയിലും സൂര്യന് കീഴെയുള്ള ലോകത്തുള്ള ഏതു ഭാഷയിലും സംഭാഷണം നടത്തുവാനും ഇതിന് കഴിയും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ടെസ്റ്റ് ട്യൂബിൽ ഭ്രൂണം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെ റോബോട്ടിന്റെ ശരീരത്തിൽ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള ഇൻക്യുബേറ്റർ ഗർഭപാത്രത്തിൽ 10 മാസം വളർത്തി പ്രസവിക്കാനുള്ള കഴിവും ഹ്യൂമനോയിഡ് റോബോട്ടിന് നൽകാൻ ശ്രമം നടക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ ലോകത്ത് അതിന്റെ പരീക്ഷണങ്ങളാണ് നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് ചെയ്യാവുന്നത് എന്തും ചെയ്യുവാനായിട്ട് അതിനപ്പുറവും ചെയ്യുവാനായിട്ട് ഇവയ്ക്ക് കഴിയും എന്നുള്ളതാണ്. അങ്ങനെ പോകുമ്പോൾ ഭാവിയിൽ തൊഴിൽ സാധ്യതകളെ കുറിച്ച് എന്തായിത്തീരും എന്നുള്ള ആശങ്ക അത് ഒരാശങ്കയാണ്. അപ്പോൾ തന്നെ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇന്നത്തെ പോലെയുള്ള കുടുംബ ബന്ധങ്ങളോ മക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ലോകം ഇന്ന് തന്നെ മനുഷ്യന് അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറകൾക്ക് വിവാഹം വേണ്ട, വിവാഹം കഴിച്ചാൽ തന്നെ മക്കൾ വേണ്ട, വിവാഹമൊക്കെ ഒരു ലിവിങ് ടുഗദർ പോലെ ചില മാസങ്ങളോ ദിവസങ്ങളോ മാത്രമൊക്കെ ആയി അത് തരം താണു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ അല്ലെങ്കിൽ അവന്റെ ആ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേവലം വെറും ജഡീക അഭിലാഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ തരം താഴുകയാണ്. ദൈവം അതിനല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏദേനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിലൊക്കെയും നിറയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധ തലമുറയെ വാർത്തെടുക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് മനുഷ്യന്റെ ഉൽപ്പത്തിയിൽ തന്നെ അവനും ദൈവവുമായിട്ടുള്ളതായ കൂട്ടായ്മ ബന്ധം ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി അവൻ ദൈവത്തിങ്കൽ നിന്ന് വളരെ അകന്നു മാറുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ പരിണത ഫലങ്ങളാണ് ഇന്നും ഇങ്ങനെയുള്ള ചിന്താഗതികൾ മനുഷ്യനിലേക്ക് കടന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. 8-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ സകല സൃഷ്ടികളെ കുറിച്ചും പറഞ്ഞിട്ട് അതിന്റെ 3 മുതൽ നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. വീണ്ടും പറയുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം, അതേപോലെ കാട്ടിലെ മൃഗങ്ങളെ ഒക്കെയും ആകാശത്തിലെ പക്ഷികളെയും
സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നുവെന്ന് പാടിക്കൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനെ മനുഷ്യനെ ദൈവം സകലത്തെക്കാട്ടിലും ശ്രേഷ്ഠകരമാകുന്ന രീതിയിൽ സൃഷ്ടിച്ചു. സകലത്തെയും ഭരിക്കുവാൻ, ഭൂമിയിൽ നിറഞ്ഞു കവിയുവാൻ, സകലത്തെയും അടക്കി വാഴുവാൻ, ദൈവവുമായിട്ട് ആ ഉറ്റബന്ധം സ്ഥാപിച്ച് ആ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കേണ്ടതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നതായ ഓരോരോ കാര്യങ്ങള് അതൊരിക്കലും ദൈവീകമല്ല, അത് പൈശാചികം മാത്രമാണ്. മനുഷ്യന്റെ ഇപ്രകാരമുള്ളതായ കണ്ടുപിടുത്തങ്ങളൊന്നും അത് ഭാവിയിൽ വിജയിക്കാൻ പോകുന്നില്ല. അതിന്റെ വലിയ തിക്തഫലങ്ങൾ, അതിന്റെ വലിയ പരാജയങ്ങള് ഒക്കെ ആയിരിക്കും ലോകം ഏറ്റുവാങ്ങുവാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതെ, ദൈവത്തിന്റെ സൃഷ്ടിപ്പിലും എന്തിനു വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്രകാരമൊക്കെയുള്ള റോബോട്ടുകൾ വർദ്ധിച്ചു വന്നാൽ പിന്നെ മനുഷ്യനില്ലല്ലോ, പിന്നെ കുറെ യന്ത്രമനുഷ്യൻ മാത്രമായിരിക്കും ഭൂമിയിൽ ഉണ്ടാകുക. അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ ആ ഭയാനകത എത്ര വലുതാണെന്ന് നമുക്ക് ഇപ്പോഴേ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതേ പ്രിയമുള്ളവരെ, ദൈവം എന്തിനു വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള ആ ലക്ഷ്യമെന്തെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ, ലോകത്തിന് ബുദ്ധി കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ, ശുദ്ധിയായോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അനുദീനം രക്ഷകൻ പക്ഷത്തോ നീ ശുദ്ധിയായി നടന്നിടുന്നത്, ക്രൂശേറിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ,